ഹലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതാണ് കേട്ടോ ഞാനന്ന് നട്ട പുതിയനയിലയും മല്ലിയിലയും. ഞാൻ അന്ന് പ്രതീക്ഷിച്ചത് മല്ലിയില നന്നായിട്ട് വളർന്നിട്ട് പുതിയനയില വാടിപ്പോകുന്ന, പക്ഷേ എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചിട്ട് പുതിയനയില അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. മല്ലിയില എനിക്ക് തോന്നുന്നു പിടിക്കാൻ വഴിയില്ല, അവൻ വാടിപ്പോവും. ഇത് അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയുമാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാട്ടോ ചമ്മന്തി ഉണ്ടാക്കണം. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങയും സവാളയും പുളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് നമ്മുടെ പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ ഇതിപ്പം കുറേ ഉണ്ട് കണ്ടിട്ട് രണ്ടാൾക്കാർക്ക് കഴിക്കാമെന്ന് വിചാരിക്കേണ്ട കാരണം നമ്മൾക്ക് ഇന്ന് പറമ്പിലേ പപ്പ ഓരോന്നും നടുന്നുണ്ടല്ലോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പം പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറമ്പിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടനും കൂടെ നമുക്ക് ഫുഡ് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത്രയും കൂടുതൽ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് പണ്ട് ഇവിടെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പം തേങ്ങയും അരച്ചിട്ട് ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരച്ചിട്ട് കടുകിട്ട് താളിക്കുകയല്ലേ ചെയ്യുക. എനിക്ക് പക്ഷേ ഇങ്ങനെ ഒന്ന് മൊരിച്ചിട്ട് ചെയ്യുമ്പം എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. മറ്റതിനെക്കാട്ടിലും കൂടെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനത്തെ ചമ്മന്തിയാണ്. ഞാനിത് റീസെൻ്റ്ലി ആണ് ഇങ്ങനത്തെ ഉണ്ടാക്കി തുടങ്ങിയത്. പണ്ട് സ്ഥിരം മറ്റേതായിരുന്നു, ഒന്നില്ലെങ്കിൽ പച്ചമുളകിടും അല്ലെങ്കിൽ മുളകിടും. ഏതോ തട്ടിൽ കൂട്ടി ദോശയാണോ എന്തോ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ, പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇനിയിപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ തേങ്ങയും സവാളയും കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കുറച്ച് ഉപ്പിടും, മുളക് പൊടി ഇടും, ഒരു കുഞ്ഞി കഷ്ണം പുളി. ഇത് പുളി പപ്പ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ട് നല്ല കട്ടിയിലാണ് പപ്പ മുറുക്കി പ്രസ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എടുക്കാൻ നല്ല പാടാണ്. ഒരു ആർട്ടിഫിഷ്യലും ഇല്ലാണ്ട് പപ്പ കഷ്ടപ്പെട്ട് കുത്തി ഉണക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതേ പൊടിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി നമ്മുടെ പുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ കടുക് കാച്ചും. ഞാനൊക്കെ ഇവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരയ്ക്കും കേട്ടോ. ചില ആൾക്കാർ ഞാൻ അങ്ങനെ ഇച്ചിരി തരിതരിപ്പോട് കൂടി ചമ്മന്തി ഇഷ്ടമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നന്നായിട്ട് നൈസായിട്ട് സംഭവം ഞാൻ ചെയ്യും. പറമ്പിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ലത്. അവിടെ അറ്റത്ത് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ആ ചേട്ടന് സാധാരണ കഞ്ഞിയാ കൊടുക്കാറ്. പിന്നെ ഇപ്പം നമ്മൾ എന്തുണ്ടാക്കണം അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദോശയും ചമ്മന്തിയും മാത്രമേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ചെറുപയറും കൂടെ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ദോശയും കൂടെ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെ പരിപാടീസൊക്കെ കഴിയും. പിന്നെ ഏട്ടൻ പെരുമ്പാവൂർ പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏട്ടൻ ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് പോയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഇന്ന് രാവിലെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇന്ന് നൈറ്റാണ്, പിന്നെ ഓഫാ. അപ്പോൾ ഞാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്കിങ്ങനെ എപ്പോഴും പുറത്തിങ്ങനെ കറങ്ങലില്ലെങ്കിലും ചുമ്മാ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഏട്ടൻ അവിടെ പോയാലും ഞാൻ അതിൻ്റെ പിറകെ വാലി തൂങ്ങി ഞാനും പോവും. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഉച്ചക്കലത്തേയും കൂടെ ആക്കണം. കാരണം പപ്പ പറമ്പിലായതുകൊണ്ട് പപ്പീന്നൊന്നും ചെയ്യാൻ നേരം കിട്ടില്ല. അപ്പം മീനിൻ്റെ മുട്ട ഇരിക്കുന്നുണ്ട്, അത് കറി വെച്ചതിരിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കറിയും കൂടെ തട്ടിക്കൂട്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ദോശ ചൂരട്ടെ. പിന്നെ ഇന്ന് ഏട്ടൻ നേരത്തെ വന്നുവിട്ട് അവിടെ വന്ന് കിടന്ന് ഉറങ്ങണുണ്ട്. ഞാനിന്ന് ഏട്ടനെ എന്നെ വിളിച്ച് എണീപ്പിച്ചു. ഒരു 6 മണി എന്തോ ആയപ്പോഴത്തേക്കും ഏട്ടൻ വന്നു. പക്ഷേ ഏട്ടനോട് ഞാൻ തലേ ദിവസം ചോദിച്ചായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഏട്ടനും പുറത്ത് വന്ന ചേട്ടനും എല്ലാവർക്കും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ ദോശ ഇട്ടത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രം എനിക്കൊരു സ്ഥിരം കണക്കുണ്ട്, അത് പക്ക എനിക്ക് വേസ്റ്റൊന്നും ആവാണ്ട് കറക്റ്റ് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഏട്ടൻ പറഞ്ഞു, നീ ദോശ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോളാന്ന്. പാവം. എന്നിട്ട് ഞാനപ്പോൾ എപ്പോഴും പറയണ പോലെ ഞാൻ അങ്ങനെ മാറ്റി വെക്കും കേട്ടോ. അപ്പം വേറൊരു ബോക്സിലേക്ക് ഞാൻ മാറ്റി വെച്ചു. എൻ്റെ സ്ഥിരം ബോക്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി അപ്പത്തിൻ്റെ കുറച്ചിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറൊരു ബോക്സ് തപ്പി പിടിച്ച് അതിലേക്ക് മാറ്റിയിട്ട് അങ്ങ് ഇടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ടൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദോശമാവ് കൂടുതൽ കറക്റ്റ് അളവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴും ദോശമാവ് കൂടുതൽ വരികയും ചെയ്യും. ഞാനാണെങ്കിൽ എല്ലാത്തിലും കൂടെ ഉപ്പിട്ടിട്ട് പിന്നെ ബാക്കി വരേണ്ട ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. അപ്പോൾ പിന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് അതെന്തോ തിന്നാൻ പറ്റില്ല, ഒരുമാതിരി വൃത്തികെട്ട ടേസ്റ്റാണ്. അത് എന്തെങ്കിലുമൊക്കെ കെമിക്കൽ റിയാക്ഷനൊക്കെ സംഭവിച്ചിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു വൃത്തികെട്ട ടേസ്റ്റാണ്. എനിക്കത് ഇഷ്ടപ്പെടാറില്ല. പിന്നെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലായത് ഉപ്പിടരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് നമ്മുടെ വടിവേലുവിൻ്റെ ആ ഒരു ഇതില്ലേ,
വടിവേലുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു ദോശ ഉണ്ടാക്കണത്. അത് കണ്ടപ്പിന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ വെള്ളം താളിച്ച് തുടങ്ങിയത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അടി പിടിക്കാറില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുറച്ച് ദോശ ചുട്ട് കഴിയുമ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിലും ചീത്തയായി തുടങ്ങി പാത്രം. അപ്പോൾ എനിക്ക് എപ്പോഴും അടി പിടിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ വെള്ളം തളിച്ചിട്ടൊന്ന് ചിറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ദോശ ചുടുമ്പോൾ എനിക്ക് എന്താ പറയുക, അടി പിടിക്കാണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചുട്ടപ്പോൾ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ ചുട്ടുള്ളൂ കേട്ടോ. കാരണം പണിക്കാരൻ ചേട്ടനൊക്കെ 10 മണിക്കാണ് കൊടുക്കുക. അപ്പം ചൂടോടുകൂടി അവർക്ക് ആ സമയമാകുമ്പം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാനിപ്പം ചുട്ടുള്ളൂ. എന്തായാലും എൻ്റെ ദോശ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ദോശയൊക്കെ ചുരട്ടെ കേട്ടോ. പിന്നെ കുറച്ച് പണികളുണ്ട്. ഇന്ന് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വേഗം തന്നെ കറിയും കൂടെ ആക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ആക്കിയിട്ട് വേണം എനിക്ക് ഏട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടൻ ഇങ്ങനെ ഉറങ്ങാണ്ട് എന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെയും വൈകുന്നേരം 5 മണിക്ക് എഴുന്നേറ്റ് കളിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ഉറക്കമൊന്നും വേണ്ട, കളിക്കാൻ പോയാൽ മതി. പിന്നെ നാളെയൊക്കെ ഓഫാണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പം നാളെ ഉറങ്ങി തീർത്തോളും. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ദോശ ചുരട്ടേട്ടാ. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനിക്കാനിരുന്നു. ഞാൻ ചെറുപയറും കൂടി എടുത്തോട്ടു. പിന്നെ വേറെ ചായ ഇട്ടില്ല, കാപ്പിയുടെ ബാക്കി അങ്ങ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലക്കാനൊക്കെ ഞാൻ തുണി കൊണ്ടുവന്നിട്ട് ഓൾറെഡി പപ്പയുടെ കുറച്ച് തുണികൾ വാഷ് ബേസിൻ്റെ അവിടെ ഉണ്ട്. ഇപ്പം ഏട്ടനും ഡെയിലി പുറത്ത് പോകണം, ഞാനും എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് അങ്ങോട്ട് വേർത്തൊഴിയുമ്പോൾ അപ്പം തന്നെ പോയി ഡ്രസ്സ് മാറിയിട്ട് കുളിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പൊതുവെ ഡ്രസ്സ് കൂടുതലുണ്ട്. അപ്പോൾ ആ ഒരു മറ്റേ വേസ്റ്റിൻ്റെ ഇതിലുള്ളത് വേസ്റ്റിൻ്റെ ഇതെന്നല്ലേ, അതിനെന്താ പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല. തുണി ഇടണ ആ കൊട്ടയിനെ എന്താണ് പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല. ആ കൊട്ടയിൽ മൊത്തം തുണി നമുക്ക് ഇന്ന് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ കുറച്ചും കൂടെ ഞാനങ്ങ് മാറ്റി വെച്ചു. അങ്ങനെ വന്ന് ഞാൻ എന്താ പറയുക, ലിക്വിഡൊക്കെ ഒഴിച്ച് നമ്മുടെ മറ്റേ മണമുള്ള സ്റ്റിഫൻ ഷൈനിങ് സാധനങ്ങളൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റ് ചെയ്ത് സ്വിച്ച് ഇട്ടപ്പോൾ എന്താ കറണ്ടില്ല. അത്രയും നേരം കറണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന കറക്റ്റ് സമയത്ത് ആ പണ്ടാറങ്ങ് പോയി. പിന്നെ ഞാൻ അതിട്ടും കൊണ്ട് എൻ്റെ വഴിക്ക് ഞാൻ പോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കറിൽ എനിക്ക് സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം തക്കാളിയും സവാളയും ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് ഞാൻ വേവിച്ച് ആ കുക്കറിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ തേങ്ങയും അരച്ച് വെച്ചിട്ട് ഞാൻ ചെയ്ത് ദോശ ചുട്ടണതിൻ്റെ ഇടയിൽ സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെട്ടെന്ന് തീർക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാം കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ തക്കാളിയും ഇതും കൂടെ ഞാൻ അടുപ്പത്ത് വെക്കുകയും ചെയ്തു. തേങ്ങയും ചിരകി, വേറൊന്നും ചേർത്തില്ല, അരമുറി തേങ്ങ ചിരകിയിട്ട് നന്നായിട്ട് വെച്ചു. ഈ തക്കാളിക്കറി ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പുറത്ത് അവൾ റഹന എനിക്ക് പറഞ്ഞു തന്നതാണ്. അതിന് മുന്നേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ സിങ്കിൽ കിടക്കണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ ആ കൈയോടെ അതും കൂടെ അങ്ങ് ഞാൻ കഴുകി വെച്ചു. പിന്നെ ഇന്നത്തെ ഈ പരിപാടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, വെറുതെ ഇരിക്കാം. എൻ്റെ ഇടയ്ക്ക് നമ്മുടെ തക്കാളിക്കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ പറ്റണ്ട, ഭയങ്കര സിമ്പിളായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. ഞാനത് ഷോർട്സാക്കി ഇടാം. അറിയുണ്ടാവും കുറേ ആൾക്കാർക്ക്, അറിയുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി എന്തായാലും വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യട്ടെ. കറക്റ്റ് ആ സമയത്ത് കറണ്ട് പോയി. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് പെരുമ്പാവൂർക്ക് പോകാമെന്ന് തീരുമാനിച്ചേക്കണേ. പക്ഷെ പോകുമെന്ന് അറിയില്ല, കാരണം ഒരു മഴയുടെ ഇതുപോലെയാണ് ഇന്ന് നിൽക്കുന്നത്. പിന്നെ ഞാനൊരു കൊറിയറിന് വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്കൊരു കല്യാണമുണ്ട്, അപ്പോൾ അതിന് നമ്മൾ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെക്കൻ കുറച്ച് നേരം മുന്നേ പൈസ എടുത്ത് വെക്കുക, ഞാൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ ആവാനായി, ആ ചെക്കൻ ഇതുവരെ കാണാനില്ല. അവൻ്റെ വർത്താനം കേട്ടപ്പോൾ ഞാനോർത്ത് അവൻ പറഞ്ഞെത്തുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അലക്കാനിട്ടിട്ട് ചെയ്യട്ടെ. ഇപ്പോൾ 11 മണിയായി, ഇനി വേറൊന്നും ചെയ്യാൻ മൂടില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ പോകുന്ന ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ കാർഡ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പെരുമ്പാവൂർ SN പ്രസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്ന് ചെന്ന് കഴിഞ്ഞപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഡെമോ പോലെയുള്ള സംഭവം പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവർ അടിച്ചു തരാം എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു വല്ലം പാലയിൽ അതിൽ കൂടെ പോകുന്നത്. ഈ സ്ഥലം ഞാനിങ്ങനെ വീഡിയോ എടുത്താൽ വെച്ചാൽ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് റോഡ്, അതിൽ അപ്പുറയും ഇപ്പുറയായിട്ട് കുറേ മരങ്ങളും ഉണ്ട്. പിന്നെ വീടൊക്കെ അടുപ്പിച്ച അപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ
പള്ളിയുടെ നേരെയുള്ളൊരു വഴിയുണ്ട്. അത് ഞാൻ ഈ തവണ എടുത്തില്ല എന്ന് തോന്നുന്നു. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കാം. അതും ഇതുപോലെ തന്നെയാണ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറം ഇപ്പുറയും ഫുൾ അടുപ്പിച്ച് വീടുകൾ, നേരെ പള്ളി. അപ്പം എന്താ, ഞങ്ങൾ പോട്ടെ കേട്ടോ. ശരി.